പത്രം പോലും സമർപ്പിച്ചില്ല. എന്തുകൊണ്ട് പ്രതികൾ ഓരോരുത്തരും പുറത്തു വരുന്നു? ഇത് പറയാനുള്ള ഉത്തരവാദിത്വം SITക്ക് ഇല്ലേ? ബഹുമാനപ്പെട്ട കോടതിയുടെ നിയന്ത്രണത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരണമെന്നില്ല. പക്ഷേ കോടതി തന്നെ ഈ കാര്യം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. വൻ ശക്തികളെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നു. മുൻ ദേവസ്വം മന്ത്രി എന്തുകൊണ്ട് ചോദ്യം ചെയ്തിട്ട് നടപടി ഉണ്ടായില്ല? ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? ഇതെല്ലാം പ്രസക്തമായ കാര്യമാണ്. ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തുന്ന ശ്രമങ്ങളാണിതെല്ലാം. ഇതിന് SIT വഴങ്ങി കൊടുക്കുന്നു. ഈ അന്വേഷണം ഒരു പ്രഹസനമായി മാറുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ പ്രതികൾ ജാമ്യം കിട്ടി പുറത്തു വരികയല്ലേ? ഉന്നതരായ പ്രതികൾ ജാമ്യം കിട്ടി പുറത്തു വന്നാൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയില്ലേ? കേസ് അന്വേഷണം വഴിതിരിച്ചു വിടാനുള്ള സാധ്യതയില്ലേ? ഞങ്ങളാരും SITയെ ഇതുവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഇനി പക്ഷെ കുറ്റപ്പെടുത്തേണ്ടി വരും. കാരണം SITയുടെ പുറത്ത് സമ്മർദ്ദം ശക്തമായിട്ടുണ്ട്. തൊണ്ടി മുതൽ കണ്ടെത്തിയിട്ടില്ല. ഇതെല്ലാം ഗൗരവപൂർവമായ കാര്യങ്ങളല്ലേ? ഇത് ജനങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങളല്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം അവരുടെ പുറത്തുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ ഇതുവരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ല? ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിലുള്ള ചോദ്യങ്ങളല്ലേ? ഹൈക്കോടതിയെ ഞങ്ങൾ ആരും കുറ്റപ്പെടുത്തുന്നില്ല. ഹൈക്കോടതി ജോലി ഭംഗിയായി ചെയ്യുന്നുണ്ട്. SITയുടെ പുറത്താണ് ഈ സമ്മർദ്ദം മുഴുവൻ. സ്വാഭാവികമായും ഈ ഓരോ പ്രതികളും പുറത്തു വരുമ്പോൾ ജനങ്ങളിൽ സംശയം ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ? 90 ദിവസത്തിനകം കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ പ്രതികൾക്ക് പുറത്തിറങ്ങാൻ കഴിയുമെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? അപ്പോൾ ആ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് പ്രതികൾ ഓരോരുത്തരും പുറത്തു വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ തൊണ്ടി മുതൽ എവിടെ പോയി? എന്തുകൊണ്ട് അതിനെപ്പറ്റി ആരും മിണ്ടുന്നില്ല? അപ്പോൾ കലിയുഗവരതനായ അയ്യപ്പസ്വാമിയുടെ സ്വർണം അടിച്ചുകൊണ്ട് പോയ ആളുകളെ ആര് സംരക്ഷിക്കാൻ വിചാരിച്ചാലും നടക്കില്ല. ഈ ശ്രമം വളരെ ശാസ്ത്രീയമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ CPMന്റെ നേതാക്കന്മാരകത്ത് കിടന്നിട്ട് അവരുടെ പേര് ചെറുവിൽ അനക്കാൻ പോലും ഗവൺമെന്റ് മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ തയ്യാറാകാത്തത് അവർ കൂടുതൽ കാര്യങ്ങൾ വിളിച്ചു പറയുമെന്നുള്ളത് കൊണ്ടല്ലേ? CPM പ്രതിക്കൂട്ടിൽ നിൽക്കുമെന്നുള്ളത് കൊണ്ടല്ലേ അവര് പ്രതികളായിട്ടുള്ളവരുടെ പേരിൽ നടപടി സ്വീകരിക്കാത്തത്? അവർ തുറന്നു പറയുമെന്നുള്ള ഭയപ്പാട് കൊണ്ടല്ലേ? അതുകൊണ്ടാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഇതെല്ലാം മൂടിവെക്കാൻ ശ്രമിക്കുന്നത്, പാർട്ടി മൂടിവെക്കാൻ ശ്രമിക്കുന്നത്. രക്തസാക്ഷികളുടെ ഫണ്ട് പോലും മുക്കുന്ന ഒരു പാർട്ടിയെ ഞാൻ ലോകത്ത് ആദ്യമായിട്ടാണ് കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.